നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതവും നമ്മളെ തിരഞ്ഞെടുത്ത ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതത്തിനായിരിക്കും ചിലപ്പോൾ റിസ്ക്കും അല്ലലും ഒക്കെ കൂടുതലുണ്ടാവുക. എങ്കിൽ കൂടിയും ആത്യന്തികമായി അവസാനം അവിടെ ചാരിതാർത്ഥ്യമുണ്ട്, സംതൃപ്തിയുണ്ട്. സജികുമാറിന്റെ ചിന്തകളിലും എഴുത്തുകളിലും ആ ചാരിതാർത്ഥ്യം കൃത്യമായി നമുക്ക് തെളിഞ്ഞു കാണാം. ഈ കുറിപ്പുകളിൽ ഇന്നിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കുന്ന ഒരു സന്ദേഹിയുടെ കണ്ണുകളുണ്ട്. ഓരോ ചുവടുവെപ്പിലും ആത്മാർത്ഥത നിറഞ്ഞിരുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള നഷ്ടബോധവും ഭാവിയിലേക്കുള്ള പ്രവചനാത്മക സ്വഭാവവുമുണ്ട്. മനുഷ്യന്റെ അമിതമായ ആത്മവിശ്വാസത്തെക്കുറിച്ചും ആ ആത്മവിശ്വാസങ്ങളുടെ മേലങ്കി എത്രമാത്രം ശുഷ്കമാണെന്നും തീക്ഷണമായ അനുഭവങ്ങളിലൂടെ ചാലിച്ചുകൊണ്ട് താൻ കണ്ടതും കേട്ടതുമായ കഥകളിലൂടെ വായനാരസം പകർന്നെഴുതാൻ 100% അദ്ദേഹത്തിന് ഈ പുസ്തകത്തിലൂടെ കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ ചില ക്വാട്ടുകൾക്ക് പ്രവാചക സ്വഭാവവും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന 2 പുസ്തകങ്ങളെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുമ്പോൾ ഒരു ആറന്മുള കണ്ണാടിക്ക് മുന്നിൽ നമ്മളിങ്ങനെ നഗ്നനായി നിൽക്കുന്ന പ്രതീതിയാണ്. ഇത് ശരിയാണല്ലോ എന്നും ആ സമയത്ത് നമുക്ക് തോന്നും. അദ്ദേഹം എഴുതിയതുപോലെ ആ പുസ്തകങ്ങൾ നമ്മുടെ സ്വാർത്ഥതയെയാണ് വിളംബരം ചെയ്യുന്നത്. ഒന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാനുള്ളതും മറ്റൊന്ന് ചുറ്റുമുള്ളവരെ വിലയിരുത്താനുള്ളതും. ആത്മബന്ധങ്ങൾ തീരെയുമില്ലാത്ത ഈ പുതിയ കാലത്തെക്കുറിച്ചാണ് ഈ കുറിപ്പുള്ളത്. മൂല്യങ്ങൾ നഷ്ടമാകുന്ന ലോകത്തെക്കുറിച്ചുള്ള നിരാശയും ഈ വാക്കുകളിൽ നമുക്ക് ചികഞ്ഞാൽ പുറത്തെടുക്കാം. ഈ AI കാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴുള്ള സജികുമാറിന്റെ വിശകലനങ്ങളിൽ ഒരു ദോഷൈകതൃക്കിന്റെ നോട്ടമാണോ അല്ലെങ്കിൽ കൂടുതലും എന്ന് തോന്നാമെങ്കിലും കഴിഞ്ഞുപോയ കാലത്തിന്റെയും ഇന്നത്തെ നേർക്കാഴ്ചയുടെയും നേർത്ത ചാലുകൾ കരകവിഞ്ഞൊഴുകുന്നത് കാണുമ്പോൾ അതിനകത്തുള്ള അർത്ഥതലങ്ങൾ ആരെയും ആഴത്തിൽ ചിന്തിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് അത്യന്തം ആലോചിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ നീതിയെക്കുറിച്ച് നമ്മൾ കണ്ണടക്കുന്ന സ്വാർത്ഥ ലോകത്തെക്കുറിച്ചും കൃത്യമായ അവബോധം വാക്കുകളിലൂടെ സൂചിപ്പിക്കാൻ എഴുത്തുകാരന് കഴിയുന്നുണ്ട്. അതിനെ ന്യൂ നോർമൽ എന്ന് ഓമന പേരിടാനും അദ്ദേഹം മടിക്കുന്നില്ല. വെള്ളത്തിൽ വരപോലെ വരച്ച ഇന്നിന്റെ വികസന ചിന്തകളിലെ പൊള്ളത്തരത്തിനെയും അദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ട്. കൈപ്പേറിയ സത്യങ്ങളോട് നമുക്ക് സ്വാഭാവികമായും പ്രതിപത്തി ഉണ്ടാകാറില്ല. കാരണം ആ സത്യങ്ങൾ നമ്മളെ ഒരിക്കലും ആകർഷിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണത്. ഈ പുസ്തകത്തിലെ സജികുമാറിന്റെ ചിന്തകളിൽ ചിലതെങ്കിലും കൈപ്പേറിയ സത്യങ്ങളും അതുപോലെ തന്നെ പ്രവചനങ്ങളും കൂടി അടങ്ങിയിരിക്കുന്നതാണ്. നമ്മുടേതായ വിശിഷ്ട ഗുണങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് അതിൽ ചില കുറിപ്പുകളുള്ളത്. ആ വിശിഷ്ട ഗുണങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ കാലവും ആർജിച്ചെടുത്ത കാലവും എല്ലാം അദ്ദേഹം ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്.